ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുടുംബത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. കുടുംബം പറയുന്നതിന് മുന്നേ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന ഒരു ബന്ധത്തിൽ നിന്നാണ് കുട്ടികളടക്കമുള്ള കുടുംബം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരു ഉമ്മ ഉപ്പ എന്നുള്ള ഒരു പദവിയിലേക്ക് എത്തുന്നതും അതൊരു കുടുംബമാകുന്നതും. നമുക്കും ഉപ്പയും ഉമ്മയുമുണ്ട് അല്ലേ? അങ്ങനെ ഓരോരുത്തരും ജീവിച്ച് തുടങ്ങുന്ന ജീവിതമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോൾ അവരുടെ ഇടയിൽ എന്തുണ്ടാവണം? സ്നേഹം ഉണ്ടാവണം. അവർക്കിടയിൽ സംസാരങ്ങൾ ഉണ്ടാവണം. ഇണക്കങ്ങളും പരിഭവങ്ങളും പറഞ്ഞു തീർക്കണം അല്ലേ? ഒരു ജീവിതത്തിൽ സന്തോഷവും സങ്കടവും മാത്രമല്ല ഉണ്ടാവുക, അതിനൊരു ശക്തി പകരുക എന്നുള്ളതും കൂടിയാണ് ഒരു കുടുംബം ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? സംഭവിക്കുന്നതിനെല്ലാം സംഭവിക്കട്ടെ, വരുന്നതെല്ലാം വരട്ടെ, പോകുന്നവരെല്ലാം പോവട്ടെ. കരയാനുള്ളത് കരഞ്ഞ് തന്നെ തീർക്കുക, ചിരിക്കാനുള്ളത് ചിരിക്കന്നെ ചെയ്യുക, കാത്തിരിക്കാനുള്ളതിനെ കാത്തുകുത്തിരിക്കുക, വിട്ടുകൊടുക്കാനുള്ളതിനെ വിട്ടുകൊടുക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക, കാരണം ഈ സമയം കടന്നു പോകും അല്ലേ? ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിലൊന്ന് പകർത്തുന്നത് നല്ലതാണ്. വളരെ കാര്യപരമായിട്ടുള്ള വാക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്യും. നമ്മൾ ആരെയും ഒരു വിവാഹ ജീവിതം മുന്നോട്ട് വെച്ച് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അതിലൊന്നും നമ്മൾ ആരെയും ശപിക്കാതിരിക്കുക, കഴിയണതും ഒത്തുപോവാത്തതിനെ നമ്മൾ ഒഴിവാക്കുക, അടിയും പിടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയിട്ടുണ്ടല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടാതെയാകുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടാതെയാകുമ്പോൾ അവിടെ ആ ജീവിതത്തിന് എന്തുണ്ടാവില്ല? ഒരു ഉന്മേഷം ഉണ്ടാവില്ല. ജീവിതത്തിൽ എപ്പോഴും ഒരു താളം തെറ്റലുകളായിരിക്കും. അവിടെ എങ്ങനെ കൂട്ടി ഒരുമിപ്പിക്കാൻ നോക്കിയാലും ആ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ഭാര്യയെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഒരു ഫുൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നോക്കുക. ഒരു നേരമെങ്കിലും നമ്മുടെ കുട്ടികളും നമ്മുടെ ഭർത്താവും നമ്മുടെ ഭാര്യയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല നല്ല സംസാരങ്ങൾ, നല്ല നല്ല മൊമെൻറ്റുകൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ജീവിതത്തിൽ എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹാപ്പിനെസ് കിട്ടാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുക, നമ്മുടെ മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കുക, അത് കണ്ടിട്ട് മക്കൾ വളരുക. സ്നേഹം കൊടുക്കേണ്ടതൊക്കെ മക്കളുടെ മുന്നിൽ വെച്ച് കൊടുക്കുക. ചീത്ത പറയാനോ വഴക്ക് പറയാനോ ദേഷ്യം പിടിക്കാനോ ഉണ്ടെങ്കിൽ അത് അവരുടെ ബെഡ്റൂമിൽ വെച്ചാകുക. അത് കുട്ടികളെ ഒരിക്കലും കേൾപ്പിക്കാത്ത അങ്ങനെയുണ്ട് ഭർത്താക്കന്മാർ. ഭാര്യയെ ഇൻസൾട്ട് ചെയ്യുക മക്കളുടെ മുന്നിൽ വെച്ചിട്ട്, ഒന്നിനും പറ്റാത്തവരായി ചിത്രീകരിക്കുക, കുറ്റങ്ങൾ പറയുക. ഇതിനൊക്കെ അവർക്കൊരു ബെഡ്റൂമുണ്ട്, പ്രൈവസി ഉണ്ട്, അവിടെ വെച്ച് നിങ്ങൾ പറയുക. ഇത് മക്കളുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ, ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ, മക്കളുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും. പിന്നെ അവിടെ വിഷമങ്ങൾ മാത്രമേ കാണുള്ളൂ. ഒരിക്കലും മാറാൻ പറ്റാത്ത ചിന്തയിലേക്ക് അത് ഉടലെടുത്തുനിന്ന് വരും. അങ്ങനെയൊക്കെ. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ രക്തബന്ധം മാത്രമല്ല അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ആരാണോ നിങ്ങളുടെ കൈ പിടിക്കാൻ തയ്യാറാകുന്നത് അവരാണ് നിങ്ങളുടെ കുടുംബം. അങ്ങനെയും നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള കാര്യമല്ല കേട്ടോ പറഞ്ഞത്. പൊതുവേ നമ്മുടെ കുടുംബങ്ങളായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, ആ ബന്ധങ്ങൾ നിലനിർത്തുന്നതിലാണ് കാര്യം. ബന്ധമാണ്, കുടുംബമാണെന്ന് പറഞ്ഞിട്ട് ആ ബന്ധം നിലനിർത്തുന്നില്ലെങ്കിൽ അവിടെ ആ കുടുംബം കൊണ്ട് നമുക്ക് എന്താ പ്രയോജനമുള്ളത്? അപ്പോൾ അതിലൊരു കാര്യമില്ല. നമ്മൾ എല്ലാവരും നല്ലപോലെ ജീവിക്കുക, ഭാര്യയും ഭർത്താവും കെയർ ചെയ്യുക, ഭാര്യയെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, മക്കളത് കണ്ട് നല്ലപോലെ ജീവിക്കുക.